നമ്മളെല്ലാവരും എന്താ പറയുക, ഫിനാൻഷ്യലി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം സ്വീകരിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഒരു ലോൺ എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമാണ് നമ്മൾ പെട്ടെന്ന് ചെയ്യുക. പെട്ടെന്ന് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരു ലോൺ എടുക്കാനും പെട്ടെന്ന് എന്തെങ്കിലും ഒരു ലോൺ എടുക്കാനുള്ളൊരു മാർഗ്ഗമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ലോൺ എടുത്തതിന് ശേഷം അടവ് മുടങ്ങിയാൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നമ്മൾ നേരിടേണ്ടി വരും. അപ്പോൾ പലതരത്തിലുള്ള മാനദണ്ഡങ്ങളാണ് ഓരോ കമ്പനിയും നമുക്ക് മുമ്പിൽ വെക്കാറ്. ഒരു മാസം അടവ് തെറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2 മാസം അടവ് തെറ്റിക്കഴിഞ്ഞാൽ അതിനെതിരെ ചില നടപടികളൊക്കെ ഉണ്ടാവും, ക്രമങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ പല നടപടിക്രമങ്ങളും ഉണ്ടാവും. ചില കമ്പനികൾ ഭയങ്കര ക്രൂരമായിട്ടാവും അതിനെ നേരിടുന്നത്. എന്നാൽ ചില കമ്പനികൾ ചിലപ്പോൾ നമുക്ക് വല്ല ഇളവുകളൊക്കെ തരും, ഒരു മാനുഷിക പരിഗണനയൊക്കെ തരാറുണ്ട്. പക്ഷേ അങ്ങനെ ഒരു കാര്യം, അതായത് ഒരു കമ്പനിയിൽ നിന്ന് ലോൺ എടുത്തതിന്, ഒരു 35,000 രൂപ ലോൺ എടുത്തതിന് ശേഷം അടവ് തെറ്റി എന്നതിന്, ഒരു മാസത്തെ അടവ് മാത്രം തെറ്റിയതിന് നമ്മുടെ കോട്ടയത്തുള്ളൊരു ഒരാളെ അവരുടെ വീട് കയറി ആക്രമിച്ചിരിക്കുകയാണ്. അതും 1 മാസത്തെ അടവ് മാത്രമാണ് തെറ്റിയത്. 35,000 രൂപയാണ് അദ്ദേഹം ലോണായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. അത് 1 മാസത്തെ ലോൺ അടവ് തെറ്റി, കൃത്യമായിട്ടായിരുന്നു ബാക്കി എല്ലാ മാസവും അദ്ദേഹം ലോൺ അടവ് തിരിച്ചടച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ 1 മാസം മാത്രമാണ് ഈ ഒരു അടവില് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇതിനെതിരെയാണ് വളരെ അത്യാവശ്യ ഘട്ടങ്ങളിലായിരിക്കും ഇതൊരു ചെറിയ പൈസയാണെന്ന് നമുക്ക് മനസ്സിലായി നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. വലിയ പൈസകളൊക്കെ എടുത്തിട്ടുള്ളവരും ഇപ്പോഴും മുങ്ങി നടക്കുന്ന ഒരു കേരളത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ ലോകത്ത് തന്നെ അതൊന്നും തന്നെ മൈൻഡാക്കാതെ 30 രൂപ അല്ലെങ്കിൽ 20 അത്രയൊക്കെ എടുത്തിട്ടുള്ള ആൾക്കാർക്കെതിരെ തിരിയുന്ന സർക്കാരിനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു ബാക്കി പത്രം എന്ന് തന്നെ പറയും ഇത്തരത്തിൽ വീട് കയറി ആക്രമിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത്. അല്ലെങ്കിലും നമ്മളൊക്കെ പൊതുവെ പറയും ചിട്ടിക്കാരൊക്കെ ഭയങ്കര ഗുണ്ടായിസം അല്ലേ, അങ്ങനെയാണ് അരങ്ങേറാറ് പൊതുവെ. നമ്മൾ പൈസയൊന്നും തിരിച്ചടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാണ് വീട്ടിൽ നേരിട്ട് വീട്ടിലോട്ട് വന്ന് പിന്നെ അവിടെയുള്ളവരുമായിട്ടാണ് ആക്രമണം അല്ലേ, അങ്ങനെയൊക്കെ ഒരു സാഹചര്യമാണ്. അപ്പോൾ അതേപോലൊരു സിറ്റുവേഷനാണ് നമ്മുടെ കോട്ടയത്തുള്ളൊരു ചേട്ടന് അനുഭവിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തെ കുറിച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ അധികമായി പണം വാങ്ങിയത് ആ ഒരു സമയത്ത് കൊള്ളപ്പലിശയുടെ കാര്യമായാലും അങ്ങനെ പണം നൽകുന്നവർക്കെതിരെ ഓപ്പറേഷൻ കുബേര എന്ന് പറയുന്നിട്ട് ഒരു സ്കീം ഉണ്ടായിരുന്നു പോലീസിന്റെ. അപ്പോൾ അത് വന്നൊരു സമയത്ത് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ ഒരു എണ്ണം കുറഞ്ഞു വന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. എനിക്ക് ഇത് തോന്നുന്നു ബാങ്കിൽ സംഭവിച്ച കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ ആ ബാങ്കിൽ നിന്ന് പണം എടുത്തിട്ട് 1 മാസത്തെ അടവ് വന്നപ്പോൾ ബാങ്കുകാർ സ്വീകരിച്ചിട്ടുള്ള ഇത്തരം നടപടി ശരിക്കും ഒരു പൈശാചികമായിട്ടുള്ള ഒരു നടപടി എന്ന് തന്നെ നമുക്ക് പറയാം. കുറച്ച് നാൾ മുൻപായിരുന്നു ആൻജിയോപ്ലാസ്റ്റി ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തിന് ചെറിയൊരു സാമ്പത്തിക പ്രതിസന്ധി വന്നു. അപ്പോൾ അത് കാരണമാണ് ആ 1 മാസം എന്താ പറയുക പണം അടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നത്. അപ്പോൾ അദ്ദേഹം അതും വ്യക്തമാക്കിയിട്ടുണ്ട്, അങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അടയ്ക്കാത്തത് എന്നുള്ളത്. അതാണ് ഒരു മാനുഷിക പരിഗണന പോലും നൽകാതെ ഇത്തരത്തിൽ വീട്ടിൽ കയറി ആക്രമിച്ചിരിക്കുന്നത്. ഇതൊരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ നിന്നാണ് അദ്ദേഹം പണം കൈപ്പറ്റിയിട്ടുള്ളത്. അവിടെ നിന്നാണ് 1 മാസം പണം കൃത്യമായിട്ട് അടച്ചില്ല എന്നൊരു പേര് പറഞ്ഞിട്ട് അദ്ദേഹത്തെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ശരിക്കും പണത്തിന് പകരം ഇങ്ങനെ മർദ്ദിക്കാനുള്ള ഒരു ലൈസൻസോ അല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് വീട്ടുകാരുടെ മുന്നിൽ വെച്ചിട്ട് അപമാനിക്കാനോ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു ഇതും ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറ്റകൃത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് അറിഞ്ഞുകൊണ്ടും എന്തുകൊണ്ട് ഇങ്ങനെ ആൾക്കാർ പെരുമാറുന്നു എന്നത് ശരിക്കും ഒരു വലിയൊരു ക്വസ്റ്റ്യനാണ്. കാരണം അതുമൂലം അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് കോടതി കയറേണ്ടി വരും. പിന്നെ ഇതിനകത്ത് പറയുന്നത് അദ്ദേഹത്തെ എന്താ പറയുക ശാരീരികമായിട്ടും ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയാണ്. പണം അടച്ചില്ല എന്നുണ്ടെങ്കിൽ സാവകാശം വേണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചതാണ്. കാരണം ഇത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ 1 മാസത്തേക്ക് പണം അടയ്ക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് ഒരു ഇളവ് തരണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചതാണ്. പക്ഷെ അതൊന്നും പരിഗണിക്കാതെയാണ് ഇത്തരത്തിൽ അദ്ദേഹത്തിനെ ശാരീരികമായിട്ട് പീഡിപ്പിച്ചിരിക്കുന്നത്. പീഡിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഉപദ്രവിച്ചിരിക്കുക എന്ന് തന്നെ പറയേണ്ടത്. അതും ഒരു ഒറ്റ മാസത്തെ തവണ മുടങ്ങിയതിന് പ്രതിസന്ധി ആയതിനെ തുടർന്നാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. 1 മാസമോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ലോൺ എടുക്കുകയാണെങ്കിലും, ബാങ്കിൽ നിന്നൊക്കെ ഒരു ലോൺ എടുക്കുകയാണെങ്കിലും മറ്റ് പ്രതിസന്ധികളൊക്കെ ആണെങ്കിലും ഒരു ലോൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് ചില സാമ്പത്തിക പ്രശ്നങ്ങൾ വരും. മനുഷ്യന്മാരാണ്, എല്ലായ്പ്പോഴും ഒരേപോലെ ആവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ വരുമ്പോൾ
അതിനൊരു മാനുഷിക പരിഗണന പോലും കൊടുക്കാതെ ഇത്തരത്തിൽ ഗുണ്ടായിസം കാണിക്കുക എന്ന് പറയുന്നത് വളരെ തെറ്റായ രീതിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ അത്രയും ഇപ്പോൾ സാധാരണക്കാരാണ് ഇത്തരത്തിലുള്ള ലോണുകളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ലോണുകളൊക്കെ എടുക്കേണ്ട, എഡ്യൂക്കേഷൻ ലോണും അല്ലേ, അല്ലെങ്കിൽ ഒരു വീട് വെക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെല്ലാവരും ലോൺ എടുത്തിട്ടൊക്കെയാണ്. എന്തിനും ഒരു പോംവഴിക്കായിട്ട് അവസാനം നമ്മൾ ചെന്ന് നിൽക്കുന്ന ഏതെങ്കിലും ബാങ്കിന് മുന്നിലായിരിക്കും. എന്തെങ്കിലും ഒന്ന് പണയപ്പെടുത്തിയിട്ടോ എന്തെങ്കിലും ഒരു ഈട് വെച്ചതിന് ശേഷമായിരിക്കും നമ്മൾ അത്തരത്തിൽ ആ ഒരു ലോൺ നമുക്ക് ലഭിക്കുക തന്നെ. അതെ, ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ കാര്യം സുരേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ അദ്ദേഹത്തിന് ഈ ഒരു മർദ്ദനത്തിന് ശേഷം ചെവിയുടെ പുറകിലായിട്ട് ആഴത്തിലൊരു മുറിവേറ്റിട്ടുണ്ട്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ. അപ്പൊ അത്തരത്തിലാണ് അദ്ദേഹത്തെ ഉപദ്രവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ എന്തായാലും ആ ഒരു സ്വകാര്യ കമ്പനികൾക്കെതിരെ എന്തായാലും ഇനി കേസ് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. കാരണം ഒരാളെ ഉപദ്രവിക്കുക, പൈസ കൊടുത്തു എന്ന് കരുതിയിട്ട് ഉപദ്രവിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല അവിടെ. പകരം അദ്ദേഹം അതെ, പരിഗണന എന്തായാലും നൽകണമായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ എന്തെങ്കിലും ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യമേ നിങ്ങൾക്ക് എടുക്കാനുള്ളൊരു അനുമതിയുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഒരു മാസത്തെ മാത്രമേ മുടങ്ങിയിട്ടുള്ളൂ. ബാക്കി മാസങ്ങൾ ഇനിയും ഉണ്ട്. പണം അടയ്ക്കാനുള്ളൊരു സാവകാശം നൽകാമായിരുന്നു. ഇതൊന്നും പരിഗണിക്കാതെ ഇത്തരത്തിൽ ക്രൂരമായിട്ടുള്ള നടപടി സ്വീകരിച്ച ആ ഒരു ധനകാര്യ സ്ഥാപനത്തിനെതിരെ എന്തായാലും കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം. ബെൽസ്റ്റാർ ഫിനാൻസ് ജീവനക്കാരനാണ് ജാക്സൺ ആണ് ഇദ്ദേഹത്തെ, ഈ സുരേഷ് എന്ന് പറയുന്ന അദ്ദേഹത്തെ ആക്രമിച്ചിരിക്കുന്നത്. അപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം ഇപ്പോൾ ചികിത്സയിലാണ്. ഒരു എന്താ പറയുക, ആക്രമിച്ചു എന്നതിനുപരി അദ്ദേഹത്തെ മുറിവ് ഏൽപ്പിച്ചിരിക്കുകയാണ്. ചെവിക്ക് പുറകിലാണ്. അദ്ദേഹം ഒരു രോഗിയാണെന്നുള്ള കൺസിഡറേഷൻ പോലും നൽകിയിട്ടില്ല എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ സ്വകാര്യ കമ്പനിക്കാരാണെങ്കിലും ഒരുപാട് ഇതിപ്പോൾ നമ്മൾ പുറം ലോകം പറഞ്ഞ ഒരു കാര്യം മാത്രമാണ്. ഇതല്ലാതെ മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവൂലേ, നമുക്ക് ചുറ്റും ഒരുപാട് കാര്യങ്ങൾ ഇത്തരത്തിൽ നടക്കുന്നുണ്ടാകും. അപ്പോൾ ഒരു അടവ് തെറ്റി എന്ന് വിചാരിച്ച് ഒരാളെ ഉപദ്രവിക്കാനൊന്നും ആർക്കും അതിനുള്ള ലൈസൻസ് ഇല്ല. ഒരുപാട് മാർഗങ്ങളുണ്ട് അത് തിരിച്ചടയ്ക്കാൻ, അല്ലെങ്കിൽ അതിന്റെ പലിശ കൂടുതലാക്കി അല്ലെ, അങ്ങനെയൊക്കെ ഒരു പോംവഴി ചിന്തിക്കാമായിരുന്നു എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തില് എന്താ പറയാ, ഒരു ലോൺ എടുത്തതിന്റെ പേരിൽ ഒരാളെ ആക്രമിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കർശനമായൊരു നടപടി തന്നെ നമ്മൾ പോലീസ് ആണെങ്കിലും സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇനിയും വർദ്ധിച്ചു വരുന്നതാണ് അല്ലേ? അതെ.